ഇന്ന് രാവിലെ തന്നെ ഇവിടുത്തെ കത്തിക്കൊന്നും മൂർച്ചയില്ല എന്നുള്ള ഉമ്മച്ചിയുടെ പരാതിയും കേട്ടാട്ട് എണീറ്റ് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അതുകൊണ്ടൊന്നും നോക്കിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കത്തിയും ഞാൻ മൂർച്ചയായി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കടയിൽ പോയി കേരവള്ളി വാങ്ങിച്ചിട്ട് വന്നു. ഉമ്മച്ചി വീടിന്റെ പുറവശത്ത് ചെറിയ രീതിക്ക് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലൊന്ന് ആദ്യം തന്നെ ഒരു ചായ ഉണ്ടായി കുടിച്ചു. അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ കുരുപ്പ് എണീറ്റ് വന്നിട്ടുണ്ട്. ബേബിക്ക് നല്ലപോലെ സുഖമില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആശുപത്രി പോയപ്പോൾ തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റും. കുളിച്ച് ഡ്രസ്സ് മാറിയാൽ പോയാൽ താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അവിടെ നിന്ന് പള്ളിയിലേക്ക് പോയാൽ പോരെ. പോക്ക് ആശുപത്രിയിലേക്ക് ആയതുകൊണ്ട് ആൾക്ക് വലിയ ഉഷാറൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെറിയ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ ആശുപത്രി എടുത്തിട്ട് ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി. എന്തായാലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നത് നന്നായി. അങ്ങനെ ഞാൻ പള്ളിയെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും അവരെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞായിരുന്നു. അപ്പോഴാണ് ഇത്താക്കൊരു ആഗ്രഹം ഉടുപ്പി ഹോട്ടലിൽ ഊണ് കഴിക്കണം. അങ്ങനെ ഊണ് പാഴ്സൽ മേടിക്കാൻ വേണ്ടി നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അങ്ങനെ കുറേ നേരം കാത്തുന്നതിന് ശേഷം നമുക്ക് സാധനം കിട്ടി. അവിടുന്ന് അവസാനം ഊണ് പാഴ്സൽ കിട്ടി എനിക്കാട്ടോ. എനിക്ക് ശേഷം വന്നവർക്കൊന്നും പാഴ്സൽ കിട്ടിയില്ല. ഇത്താക്ക് എന്തോ ഭാഗ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവൽ മിൽക്ക് കുടിക്കാൻ പോയി. ഓസിന് കിട്ടണതല്ല. അങ്ങനെ അതും കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കേണ്ടി വന്നില്ല. ബേബിക്ക് സുഖമില്ലാതുകൊണ്ട് ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാറില്ല. ബേബിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. വെച്ച് കുറേ പറഞ്ഞു അവസാനം ദോശ കഴിക്കാൻ ആൾ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ദോശ മേടിക്കാൻ വേണ്ടി പോകും. വിഷമം അതല്ല, കറക്റ്റ് IPL തുടങ്ങാൻ സമയപ്പോഴായി പോകണം. എനിക്ക് നല്ല ഭാഗ്യമുണ്ട്. വീടിന്റെ അടുത്തുള്ള 2 തട്ടടയിലും ദോശയില്ല. ഇനി സാധനം കിട്ടണമെങ്കിൽ പഴക്കാപ്പിളിക്ക് പോകും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കോട്ടൊക്കെ എടുത്തുകൊണ്ട് നേരെ പഴക്കാപ്പിളിക്ക് പോയി. മഴ ചെറുതായിട്ട് ചാടുന്നുണ്ട്. എങ്ങാനും പോണ വഴിക്ക് മഴയായിട്ട് കയറി കണ്ട വന്നാൽ പിന്നെ കളിയാണെന്ന് നടക്കൂല. കോട്ട എടുത്തത് എന്തായാലും നന്നായി. ഞാൻ കടയിൽ എത്തിയപ്പോൾ മഴ തുടങ്ങിയായിരുന്നു. അങ്ങനെ ദോശയൊക്കെ മേടിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി. എന്തായാലും ഞാൻ കളിയാണല്ലോ മുടക്കിയിട്ട് പോയത് വെറുതെ ആയില്ല. ആളതിനകത്ത് കുറച്ച് ദോശയൊക്കെ കഴിച്ചു. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു മണ്ടത്തരം പറ്റി. കളി കാണാനുള്ളതുകൊണ്ട് ധൃതി പിടിച്ചാണല്ലോ വന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ കോട്ട് മടക്കി വെക്കുന്ന ബാഗ് കടയിൽ വെച്ച് മറന്നു. പിന്നെ അതെടുക്കാൻ വേണ്ടി രണ്ടാമത് കൊണ്ടുവന്നു. എന്തായാലും ഇന്നത്തെ കളിയാണല്ലോ അടിപൊളിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചു. പിന്നെ കളിയാണായിരുന്നിട്ട് എണീറ്റിട്ടില്ല. കളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുകയും ചെയ്തത്.